അല്ല ബാബു, ഉമ്മക്ക് അവനെ കാച്ചിയാലോ? അതെ, കാച്ചികളയാം. അല്ല, നീ കണക്ക് കൂട്ടി നോക്കിക്കോ, അതല്ലേ ഭേദം. അതെ. ആ എന്നാണീറ്റേ. അതെ, ആരെ തട്ടാൻ പോണേ? നമ്മടെ രാമനെണ്ണാരെ നമ്മള് കാച്ചാൻ പോവാ. പോവാം. അല്ല, ഇപ്പോ എങ്ങനെ തട്ടാന്ന? തട്ടെന്ന് പറഞ്ഞ തട്ട് തന്നെ, അല്ലാതെങ്ങനെ. അപ്പോ നേരെ എങ്ങനെ നേറി രാവണ നേരെ പിടിച്ച് തട്ടിക്കളയാ, അങ്ങനെയാണോ? അല്ല, നമുക്ക് പെരിച്ചാഴിനെ കയ്യും കാലും കെട്ടി ഇനി കൊണ്ടുവരാം. ഇത് നമുക്കവനെ ഡാമിന്റെ മുകളിൽ കൊണ്ട് ഞാൻ താഴേക്ക് എറിയാം. എന്താ ബാബു? അത്ര തന്നെ. അല്ല, അപ്പൊ വേറൊരു പ്രശ്നമില്ലേ? ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ടല്ലേ അങ്ങനെ താമസം? അതെ. അപ്പൊ അവരൊന്നും ഒച്ച വയ്ക്കില്ലേ? ഒച്ചയും വിളിയും ഉണ്ടായ നാട്ടുകാർ കൂടില്ലേ? ബാബു, വണ്ടി നിർത്ത്. നീ വണ്ടി നിർത്തിക്കടാ. ഒരു വഴിയുണ്ട്. നമുക്ക് നാരദ വീടിന് തീ വെച്ച് കളയാം. ഒരെത്തുമ്പോ എല്ലാരും കൂടെ ഇറങ്ങി ഓടില്ലേ? ആ ബഹളത്തിനിടയില് നമുക്ക് ആരെയും കാണാതെ മൂപ്പരെങ്ങി പിടിച്ചോണ്ട് വരാം. ചുരുട്ടി ടിക്കിന്റെ ഉള്ളിലാക്കാം. ആകെ ബഹളമില്ലേ? പൊരത്തല്ലേ? ഏത് കാറ് ആര് കൊണ്ടുപോയി? അത് ഐഡിയ. ബന്ധമൊക്കെ റെഡിയല്ലേ? സകലതും റെഡി. ആരാ അവിടെ? ഞാനാ. എന്താ മെന്നെ, കുഴപ്പം വല്ലതുണ്ടോ? ഇങ്ങോട്ട് വരണമെന്നാര്? ഒരു ചെറിയ കുഴപ്പം. പാതിരായിക്ക് എന്താ പതിവില്ലാത്തൊരു കാറെന്ന് നോക്കുകയായിരുന്നു. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു നേരില്ലാത്ത നേരത്ത്? ഏയ്, ഇനി ഞാൻ കയ്യൊന്നെടുത്ത് നോക്കട്ടെ മിണ്ടോന്ന്. എന്നെ കൊല്ലല്ലേ! കിടന്ന് തൊള്ളോർന്ന പൊന്നോളെ ഞാൻ ഒഴിഞ്ഞു തരാവേ! മിണ്ടല്ലേ. ഇനിയിപ്പോ അങ്ങോട്ട് ഒഴിഞ്ഞേരിയൊന്നും വേണ്ട, ഡാമി കൊണ്ട് കളയാൻ പോവാ. അയ്യോ, എന്റെ 5 പിള്ളേരും തള്ളയും തമ്പുരാനെ! വേണമെന്നില്ല, ഇനി ഉച്ചക്കില്ല. ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ആവാം. രാമ 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 രാമ
നമുക്ക് ഇദ്ദേഹത്തെ തറയി കിടത്താം അല്ലേ? ഒരൊറ്റ ഇറക്ക്. എന്നിട്ട് ഇവിടെ നിന്ന് തട്ടിയ ഫുട്ബോള് മാതിരി എവിടാ പോയി കിടക്കാന്നറിയോ? എന്ന് മാർക്ക് കൊടുക്കും? നാളെ എന്നെ കൊല്ലാതെ വിട്ടാ മതിയേ. എങ്ങോട്ടാ മാറുന്നറിയാമല്ലോ? അറിയാം. എങ്ങോട്ടാ? ഒക്കെ മേനോൻകുട്ടി പറഞ്ഞതുപോലെ. ഇനി നാളെ സ്ഥലം വേറെ ഉദ്ദേശമൊന്നും പറയരുത്. ഇല്ല. ഇവിടുന്ന് മടങ്ങി വീട്ടിലെത്താനുള്ള വഴി അറിയോ? അറിയാം. എങ്ങനെ അറിയാം? അറിയാവേ. എങ്ങനെ അറിയാം? അറിയാന്നേ. കൊണ്ടുവിടണോ? വേണമെന്നില്ല, ഞാനങ്ങ് പൊക്കോളാം. ഒറ്റയാൾ ഈ സംഭവം അറിയരുത്. ഇല്ല, എന്റെ കുഞ്ഞുമക്കൾ പോലും അറിയില്ല. എന്നാ ഇവൻ പോട്ടല്ലടാ. അങ്ങനെ ഇപ്പോ പോണോ? രാമ 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 രാമ. എന്നിട്ട് മൂപ്പര് മാറിയോ? ആ, മാറുന്നു. പുതിയ സ്ഥലത്ത് പരിപാടി തുടങ്ങി. ഈ സ്ഥലമായതുകൊണ്ടാ. ഇത് മാലിന്യ ചേച്ചിക്ക് വീട് വെക്കാന്ന് പറഞ്ഞ് അച്ഛനുള്ള കാലത്തെ മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലാ. ഒന്നാമത് ചേച്ചിക്ക് ആരുമില്ല. അങ്ങും ഇങ്ങും പോയി തനിച്ച് താമസിക്കണം എന്ന് പറഞ്ഞാ. ആ നേരത്തെ അയാൾ അങ്ങനെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നോ? ഹേയ്, എങ്കിലും അപ്പൊ അതങ്ങനെ അങ്ങ് തീർന്നത് നന്നായി. ഇല്ലായിരുന്നേ ചിലപ്പോ രാമനുണ്ണിനാരെ ഒപ്പം കൂട്ടി ആ മേളം ദിവസങ്ങളോളം അങ്ങ് നീണ്ടനെ. പിന്നെ കക്ഷിക്കും അതൊരു റെവലേഷനായനെ. അങ്ങനെ ഒരു സമാധാനമുണ്ട്. അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അമ്മയുടെ ധാരണ നീ വരാൻ പോണതിന്റെ നല്ല ലക്ഷണമായിട്ട് രാമനുണ്ണി നായരുടെ മനസ്സും അറിയുന്ന, അതുകൊണ്ട് മൂപ്പര് കുടിയൊഴിഞ്ഞു തരാന്ന്. അത്രയും നല്ലത്. ഞാൻ പറയുന്നത് അതല്ല, ഇത് 5 വർഷം മുമ്പും ചെയ്യായിരുന്നു. ആർക്ക്? രണ്ടാൾക്കും. എല്ലാറ്റിനും ഓരോ സമയം ഉണ്ടാവും. ഓ, എന്താ എത്ര നിസ്സാരാക്കി കളഞ്ഞ്? എന്താ ഒരു ഊന്ന് വെക്കല്? എല്ലാറ്റിനും അതിന്റെ സമയമില്ലാച്ചാ നീ 1.5 കൊല്ലം മുമ്പ് മണ്ണാർത്തോല് വന്നിരിക്കായിരുന്നില്ലേ? എന്തുകൊണ്ടാ അത്രയ്ക്ക് വൈകിയത്? എന്തുകൊണ്ടാ നടക്കാരുന്ന്? ഇതാപ്പോ നന്നായേ. താനും നോക്കിയിരിക്കുക. എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ നോക്കിയത് പോരാച്ചാലോ എന്ന് വിചാരിച്ച് നമ്മുടെ നാണു എഴുത്തച്ഛനെ കൊണ്ടുകൂടെ ഒന്ന് നോക്കിച്ചു. അതിശയാണ് കേട്ടോ. ഇത്ര ചേർച്ചയുള്ള ജാതകങ്ങള് എഴുത്തച്ഛൻ തന്നെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂന്നാ പറഞ്ഞേ. ഒക്കെ ഓരോ കർമ്മബന്ധങ്ങള്. രാധയുടെ എക്സാംസ് എല്ലാം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞില്ലേ? ഇവൻ പറഞ്ഞു. ഓ, അപ്പൊ ഇവിടെയും തിരക്കൂട്ടിൽ തുടങ്ങിയോ? അച്ഛൻ
മുഹൂർത്തമൊക്കെ ഇതിനോട് മനസ്സിൽ കുറിച്ചിട്ടുണ്ടാവും അല്ലേ? മുഹൂർത്തം ഈ മാസവും അടുത്ത മാസവും എന്ന് വേണേച്ചാ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാം. രണ്ടും കല്യാണ മാസങ്ങളല്ലേ. പിന്നെ രണ്ടു കൂട്ടർക്കും സൗകര്യമായിട്ടുള്ള ഒരു സമയം നിശ്ചയിക്കുക, എവിടെ വെച്ചാന്ന് പറയുക, അത്രയൊക്കെ അല്ലേ ഇനി വേണ്ടൂ. നമ്മളൊന്ന് കേട്ടു, അതിനുവേണ്ടി അത്ര കാർ വാങ്ങിച്ചത്? അതെ. അല്ലാതെ പുതുപ്പെണ്ണിനെയും കൊണ്ട് നാടിരിക്കാനല്ല. പിന്നെ പെട്രോൾ ഒഴിച്ചാലേ സാധനം നീങ്ങൂ. അറിയാം. അല്ല, അന്നേരം കയറി മണ്ണാർത്തോടിയിലെ തമ്പറനായി കളയരുത്. ദേവമാതെ പോയാൽ ടിക്കറ്റ് എടുക്കണ്ടെന്നൊന്നും കണ്ടുപിടിച്ച് കളയരുത്. അങ്ങനെ പേടിയുണ്ടെങ്കിൽ കല്യാണം മാക്സിമം അങ്ങോട്ട് നീട്ടി വെക്കണം. ഭർത്താവായി കഴിയുമ്പോഴല്ലേ പിശുക്ക് പുറത്തു വരുള്ളൂ. ഇപ്പൊ ലാവിഷായിരിക്കല്ലോ. എന്റെ പൊന്നോ പോളെ ചതിക്കല്ലേ. സത്യം പറഞ്ഞ രാധ ഇപ്പോഴല്ലേ പഠിപ്പിന്റെ തലവേനെല്ലാം തീർന്ന് ഒരു ഫ്രീ ബേഡ് ആയത്. ഞാനായിരുന്നു രാധയുടെ സ്ഥാനത്തെങ്കിൽ ഇനി ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞേനെ. അങ്ങനെയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ ഇനിയും ഒരു കൊല്ലോ? ആ വിവരം അറിയും.